ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ഷോർട്ട് കുർത്തിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തുണി ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ വലിയ പ്രിൻ്റുള്ള മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ടിട്ടുണ്ട്. അളവുകളൊക്കെ നമ്മൾ ഉൾവശത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ 25 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 27 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുത്തു. ഇപ്പോൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട ശേഷം ഇനി നമുക്ക് ഇതിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് 15 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് 14 ഇഞ്ചിലും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് 21 ഇഞ്ചിലും ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ എനിക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ചും 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുത്തു. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് എനിക്കിവിടെ 42 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോൾ കേർവ് മാർക്ക് ചെയ്തെടുക്കണം. അതിന് ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മുകൾ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ ഷോൾഡർ സ്ലോപ്പ് നെക്കിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ആ ഒരു മിഡ് പോയിൻറ്റിൽ ഈ ഒരു കർവ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ആ ലൈനിൽ നിന്നും നീക്കി വെച്ചിട്ട് വേണം ഇതേപോലെ കർവ് വരച്ചെടുക്കാൻ. ഇതേപോലെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴോട്ടേക്ക് ചരിച്ചിട്ട് ഇതൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും അടിവശത്തായിട്ട് ഓപ്പൺ സൈഡിൽ 1.5 ഇഞ്ച് മുകളിലോട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് അടിവശം ഇതേപോലെ കേർവ് ഷേപ്പിലാണ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു അടിവശത്തെ ടോട്ടൽ വിഡ്ത്തിൻ്റെ പകുതിയിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഇതേപോലെ കേർവ് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ ഞാൻ 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു സ്ക്വയർ നെക്കാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 6.5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് മുകളിലും താഴെയും മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതൊരു ബോക്സായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ട് അവിടെ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക് വശത്തെ നെക്ക് യു ഷേപ്പിലാണ് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് തന്നെ, നെക്ക് ലെങ്ത്ത് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നെക്കും ബാക്ക് ഭാഗത്തെ നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ടോപ്പിൽ ഞാൻ ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ബാക്കി വന്ന തുണിയിൽ നമ്മൾ ഇതേപോലെ സ്ലീവ്സിൻ്റെ വിഡ്ത്തിനനുസരിച്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയെടുക്കുക.
ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് മേലോട്ടേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അവിടെ നിന്നും നമ്മുടെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 23 ഇഞ്ചിലാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ആ ഒരു അളവിൽ ഇതേപോലെ മേൽഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. ഇനി നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചാണ് വേണ്ടത്. ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. അതിനുശേഷം ആ ഒരു ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമുക്ക് ബൈസെപ്സിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. സ്ലീവ്സ് റൗണ്ട് എനിക്കിവിടെ 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ്സ് റൗണ്ടാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ്സ് റൗണ്ട് അടിവശത്ത് എനിക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു മിഡിൽ ഭാഗത്തായിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബൈസെപ്സിൻ്റെ ഇവിടെ 7 ഇഞ്ചുമാണ് വേണ്ടത്. അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് പീസ് എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്ന തുണി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിയാണ്. അപ്പം ഇതേപോലെ 2 പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ നെക്കിൻ്റെ അളവിനനുസരിച്ച് എത്ര പീസ് വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല ഭാഗങ്ങൾ ഇതേപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. നല്ല വശവും ഇതേപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു വി ഷേപ്പിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇങ്ങനൊരു സ്ട്രെയിറ്റ് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്കിനൊക്കെ വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രോസ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ നെക്കിൻ്റെ അരികെ വശത്ത് കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഫൂട്ടറിൻ്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ചിൽ പെടാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളിവുകളില്ലാണ്ട് കിട്ടും. ഇതേപോലെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തിട്ട ശേഷം ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രോസ് പീസ് ഇതേപോലെ പുറത്തേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ട് നഖത്തോണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ബാക്ക് നെക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട് പോർഷനിൽ സ്ക്വയർ നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ക്വയർ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പേപ്പർ ക്യാൻവാസ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത്തും വീതി നെക്കിൻ്റെ വിഡ്ത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ വീതിയും കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു ക്യാൻവാസ് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നമ്മുടെ നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഫ്രണ്ട് പോർഷനിലെ നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചാണ് വേണ്ടത്. ആദ്യം തന്നെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്നും താഴോട്ടേക്ക് 6.5 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. മുകൾ ഭാഗത്ത് 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തും 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ലെങ്ത്തിൽ
ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ വരച്ചെടുത്ത ശേഷം ഈ ഒരു സൈഡിലായിട്ടും 1 ഇഞ്ച്, താഴെ ഭാഗത്തും 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തെന്ന് മാത്രം. അപ്പോൾ അത് അവിടെ നിന്നും ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മറ്റൊരു തുണിയിൽ അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് തുണി ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 3 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് സെൻട്രൽ പോർഷൻ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസിൻ്റെ സെൻട്രൽ ഭാഗവും നെക്കിന് വേണ്ടി നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ സെൻട്രൽ ഭാഗവും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകിൽ പിൻ ചെയ്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഭാഗത്തു കൂടി ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് നീങ്ങി പോവാണ്ട് നിൽക്കുകയും ചെയ്യും. അളവുകളിൽ വ്യത്യാസമൊന്നും വരാതെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സെൻട്രൽ ഭാഗത്തു കൂടി ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇത് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് തിരിച്ചിടുന്ന സമയത്ത് ചുളിവുകൾ ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ കട്ടിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചുറ്റിലും ചെറിയ ചെറിയ കട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉൾവശത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് നമ്മൾ നൂല് സൂചി ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് പീസിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു സൈഡ് വശത്തെ കവർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ശേഷം ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു സൈഡ് വശത്തെ കവർ ചെയ്തിട്ട് ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ്സിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റും
ആ ഒരു സ്ലീവ്സിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ലീവ്സിലും നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന അവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നും തുടങ്ങി മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പിന്നെ അടുത്ത സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെൻട്രൽ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ്. സ്ലീവ്സ് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അറ്റം മുതൽ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഹിപ്പ് റൗണ്ട് വരെ മാർക്ക് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഹിപ്പ് റൗണ്ട് കഴിഞ്ഞ് കുറച്ച് ഭാഗം ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മൾ അളവ് നോക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ അളവനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡിൽ നിന്നും ഇതേപോലെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തെടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള ആ ഭാഗത്ത് നിന്നും സൂചി കുത്തി നിർത്തിയെടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് മറുഭാഗത്തേക്കും അതേപോലെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. ഇതേപോലെ 2 സൈഡിലും സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുർത്തിക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ബാക്ക് സൈഡിൽ 2 ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടക്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പം സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് 4 ഇഞ്ചും മറ്റേ ഭാഗത്തേക്ക് 4 ഇഞ്ച്, അങ്ങനെ 8 ഇഞ്ചിൽ ഇതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തു. ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് തന്നെയാണ്. നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലോട്ടാണ് ഈ ഒരു ടക്സിൻ്റെ എൻഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുത്തിട്ട് ടക്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തിയിലായാലും നൈറ്റിയിലായാലും ഈ ഒരു ബാക്കിൽ 2 ടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോഡി ഷേപ്പിൽ ഡ്രസ്സ് നിന്നോളും. ഇനി ഇതിൻ്റെ അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 ബാക്കിലും ഫ്രണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ അടിവശത്ത് ബാക്കിലും ഫ്രണ്ടിലും 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ ഒരു ചെറിയ സൈഡ് ഓപ്പണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.